പ്രിയപ്പെട്ട പ്രേക്ഷകരെ, താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടാൻ ധാരണയായിട്ടുണ്ട്. കമ്പനി ഉടമകളും സമരസമിതി നേതാക്കളുമായി നടന്ന ചർച്ചയിലാണ് ധാരണയായിരിക്കുന്നത്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാർ ഒപ്പിടുമെന്നറിയുന്നു. ഫ്രഷ് കട്ട് മാർച്ച് 31-നകം പ്രവർത്തനം അവസാനിപ്പിക്കും. ശേഷം പ്ലാന്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കും. സമരക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കും. അതിനിടയിൽ കരാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നാടകം എന്നൊരു വിഭാഗം സമരസമിതി പ്രവർത്തകർ ആരോപിച്ചിട്ടുണ്ട്. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബെൻസൺ, എത്രയോ നാളുകളായി തുടങ്ങിയ ഒരു സമരമാണ്, പ്രശ്നമാണ്, ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. അത് കോടതി കയറി, പിന്നീട് ഒരു ഘട്ടത്തിൽ സമരസമിതിക്ക് അനുകൂലമായി വിധി വന്നു, പിന്നീട് അത് റദ്ദാക്കപ്പെട്ടു, വീണ്ടും ആ സ്ഥാപനം അവിടെ പ്രവർത്തിച്ചു വന്നു. പക്ഷേ ഇപ്പൊ ഏറ്റവും ഒടുവിൽ എല്ലാവർക്കും ആശ്വാസകരമായ ഒരു തീരുമാനത്തിലേക്ക്, അതും സമാധാനപൂർവ്വമായി എത്തിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അത് സേതുലക്ഷ്മി, കഴിഞ്ഞ കുറെ വർഷങ്ങളായി അമ്പായത്തോട് സ്വദേശികളുടെ അല്ലെങ്കിൽ ആ പ്രദേശവാസികളായിട്ടുണ്ടായിരുന്ന ആളുകളുടെ വലിയ പ്രശ്നം തന്നെയായിരുന്നു ഫ്രഷ് കട്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അവസാന സ്റ്റേജിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ കൊടുവള്ളി MLA PK ഫിറോസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു കരാർ ഒപ്പിടാനുള്ള ഒരു തീരുമാനമായിരിക്കുന്നത്. അതിൽ ഇപ്രകാരമാണ്, ഇക്കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത മാർച്ച് 31-ാം തീയതി വരെ ഈ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനത്തിന് അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നിലവിൽ നിരവധിയായിട്ടുള്ള അല്ലെങ്കിൽ ടൺ കണക്കിന് ഈ കോഴിമാലിന്യങ്ങൾ അവിടെ ഇപ്പോഴും സ്റ്റോക്ക് കിടപ്പുണ്ട്. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്ത് ഒഴിവാക്കുന്നത് വരെയുള്ള സമയം അതാണ് മാർച്ച് 31 വരെ നൽകുന്നത്. അപ്പോൾ പ്രതിദിനം 25 ടൺ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇവർ ചെയ്യുക. കാരണം അതിൽ കൂടുതൽ അളവിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മണം ഉണ്ടാവുകയും അത് പ്രദേശവാസികളെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ, അധികം മണമൊന്നും ഉണ്ടാകാത്ത തരത്തിൽ ദിവസം 25 ടൺ വെച്ച് പ്രോസസ്സ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ വലിയ സമരങ്ങൾ നടന്നു. അപ്പോൾ അവിടെയുള്ള നിരവധി ആളുകൾക്കെതിരെ, നൂറുകണക്കിന് ആളുകൾക്കെതിരെ നിരവധിയായിട്ടുള്ള പോലീസ് കേസുകളുണ്ട്. അപ്പോൾ അവ പിൻവലിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ ഒപ്പിടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സമരസമിതി പ്രവർത്തകരും ഉണ്ടാകും, കമ്പനി അധികൃതരും ഉണ്ടാകും. അവർ ആ കരാറിൽ ഇന്ന് തന്നെ ഒപ്പിടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കരാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ഒരു നാടകമാണ് എന്ന ആരോപണവുമായി നിരവധി സമരസമിതി പ്രവർത്തകർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കും അതേ അഭിപ്രായം തന്നെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഇത് അടച്ചുപൂട്ടുന്ന സാഹചര്യമല്ല ഉണ്ടാവുക. മാർച്ച് 31 വരെ പ്രവർത്തിക്കാൻ അവർക്ക് അനുമതി ലഭിക്കുന്നു. അപ്പോൾ അതിനുശേഷവും അവർ പ്രവർത്തിക്കുമോ എന്ന സംശയമൊക്കെ ആളുകൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഒരു തരത്തിൽ ആളുകൾക്ക് ആശ്വാസമാകുന്ന വാർത്തയാണ് എങ്കിലും മറുവശത്ത് അതിൽ ഈ ഒരു ഭീതിയും ആളുകൾക്കുണ്ട്. സേതുലക്ഷ്മി. ഓക്കെ ബെൻസൺ, ശരി. സമരസമിതിയിലെ ഒരു വിഭാഗക്കാരെ അത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം സമരസമിതി അത്രയും വലിയ പ്രതിഷേധമൊക്കെ അവിടെ സംഘടിപ്പിച്ചത്, അവർ അനുകൂല വിധിയൊക്കെ വന്ന് സന്തോഷിക്കുകയും സമരം നിർത്തുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ നിന്നാണ് വീണ്ടും അങ്ങനെയല്ല, അവിടെ അവർക്ക് വീണ്ടും പ്രവർത്തിക്കാം എന്ന തരത്തിൽ കോടതി പോലും ഉത്തരവ് വരുന്നതൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ നടപ്പാകുന്നത് അവർക്കൊരു ഡൗട്ടൊക്കെ ഉണ്ടാകും, സംശയം ഉണ്ടാകും. അവരെ കുറ്റം പറയാൻ പറ്റുമൊന്നുമില്ല.